ഞങ്ങളിപ്പോൾ ഉള്ളത് സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് കണ്ണൂരിലാണുള്ളത്. ഇവിടെ ഞങ്ങൾ ഈ ഒരു വലിയൊരു കോട്ട കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കണ്ടു നോക്കാം. കണ്ണൂർ നഗരത്തിൽ ഡിഫൻസ് പ്രദേശത്തിന് കടൽ തീരത്തിന് സമീപത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്തിരിക്കുന്നത്. അവിടെ തൊട്ടവിടെ കടലാണ്. അതായത് ഇവിടെ ഒരു ആർക്കിടെക്ചർ ഉണ്ടോ, കറക്റ്റ് കടലിൽ നിന്ന് ഇങ്ങനെ എൻട്രി ഉണ്ട്. ഇതിലിങ്ങനെ എൻട്രി വന്ന് ഇവിടെ വരെ വരും ഉണ്ടോ. നമുക്ക് ഇതിലേ കയറി ഇവർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും അതിൻ്റെ അടിയിൽ കൂടെ അണ്ടർ പാസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ഇവിടെയും കടലിൻ്റെ കുറേ ഭാഗങ്ങളാണ്. അതിനടുത്തായിട്ടാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടെയും കടലാണ്. ഓക്കെ, പീരങ്ങ ഉണ്ടോ താനെ ഇതായി ഇതിനകത്ത് ബുള്ളറ്റ് വെച്ചിട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വലിയ കോട്ടവാതില്. മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ ഒരു പുറത്തേക്കുള്ള കടലിലേക്ക് ഇതിലേ ഒരു എക്സിറ്റ് ഉണ്ട് കടലിലേക്ക്. അത്യാവശ്യം വന്നവർ കടലിലേക്ക് ഇതിലേ പോവാം. ഇവിടെ ഒരു പീരങ്കി അല്ല, ഇതിന് മേളിൽ കയറിയ കടൽ കാണടേ. ഗംഭീരവാതില ദാവിദേ, ബുള്ളറ്റ് പോലെ കുന്തമോൻ നിൽക്കുന്ന കുന്തമോനുകളെ തീർത്ത വാതില. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് ഓർ കണ്ണൂർ കോട്ടയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 1505 ഈ കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിക്കുന്നത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട കൈയടക്കുകയും അതിനുശേഷം 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും ചെയ്തു എന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ ദൂരെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അതത്രയ്ക്ക് നമുക്ക് യാഥാർത്ഥ്യമൊന്നും അറിയില്ല. ഹിസ്റ്ററിയിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിപൊളി സംഭവം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിത കോട്ടയും കൂടിയാണ് ഈ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. പല സിനിമകളുടെ ഫിലിം ഷൂട്ടിംഗ് സ്പോട്ടും കൂടിയാണ് ഈ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. ഇങ്ങോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ബെസ്റ്റ് ടൈം ഒന്നില്ല ഒരു 8 മണി തൊട്ട് 10 മണി വരെ. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി തൊട്ട് 6 മണി വരെയാണ്. എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് നമുക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് സാവകാശം നടന്ന് നമുക്ക് കണ്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. വെയിലാണെങ്കിൽ നമുക്ക് ആകെ ടയേർഡായി പോവും. അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അവിടെ നിന്നിട്ട് ഈ കടൽ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. Chasing the horizon with you. I don't need to look no further. You are the one I'm certain, only one that I'll be holding. When you're loving me, you're loving me.
It goes like, ooh, look no further, look no further. Ooh, look no further. It goes like, ooh, look no further, look no further. Ooh, look no further. It goes like, I never thought I'd find it. A love that feels so perfect. I can't even word it. Yeah, you make me lift up from the ground. I believe that we are more. All the world is looking for. Show them all we got it. Never look. ഞങ്ങൾ ഈ കോട്ട കാണാൻ രാവിലെ തന്നെ ചെന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നത് അവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലിലോട്ടാണ്. എവിടെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹോട്ടൽ ബർക്കത്തിലെ ചൂട് വറക്കുന്ന തലശ്ശേരി ബിരിയാണി അല്ലേ? അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി, അപ്പോൾ ഞാൻ വെജ് ബിരിയാണി ഓർഡർ ചെയ്തത്. സോ ലെറ്റ്സ് സീ ഹൗസ് ദ ടേസ്റ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായി. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് നമ്മുടെ വണ്ടി ഒന്ന് ചാർജ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാർജിങ്ങിൽ അവിടെ ഇട്ടു. കണ്ണൂരിൽ തൊട്ട് ഫോർട്ടിൽ നിന്ന് കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ ചാർജൊക്കെ ചെയ്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം. നല്ലൊരു ഐലൻഡാണ് കേട്ടോ, മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.